അറിഞ്ഞിട്ടും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മറ്റുള്ളവരുടെ തകർച്ചയിൽ നമ്മളും പങ്കുകാരാവുക എന്നത്. സോ ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുള്ളൂ. ഞാനൊരു കഥ പറയാം. കഥ ഇങ്ങനെയാണ്. ഒരു ആരോൺ എന്നൊരു ഒരു മകൻ, അവൻ്റെ സഹോദരിയുണ്ട് ആര്യ. ഈ ആരോണിൻ്റെയും ആര്യയുടെയും കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആരോൺ അവൻ്റെ സൈക്കിളുമായിട്ട് വീട്ടുമുറ്റത്ത് കളിക്കുമ്പോൾ ആര്യ വന്ന് പറയാണ്, ആര്യ അവൻ്റെ സഹോദരിയാണ്, സഹോദരി വന്ന് പറയാണ്, ചേട്ടാ എനിക്കും സൈക്കിൾ പഠിക്കണം, ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തരുമോ ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, നീ അത്രയൊന്നും ആയിട്ടില്ല, നീ നിന്റെ ട്രൈ സൈക്കിൾ ഓടിച്ച് പഠിച്ചാൽ മതി, നീ ഇത്രയൊന്നും വലിയ സൈക്കിൾ ഓടിക്കാറൊന്നും ആയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആരോണിൻ്റെ ഒരു സുഹൃത്ത് ഡെന്നിസ് എന്ന് പറഞ്ഞ സുഹൃത്ത് വരികയാണ്. അപ്പോൾ ഡെന്നിസിന് അത്യാവശ്യം നല്ല ട്രെയിൻഡ് സൈക്ലിസ്റ്റ് ആണ്. അപ്പോൾ അവൻ പലതരം അഭ്യാസങ്ങളൊക്കെ ചെയ്തപ്പോൾ ആര്യയ്ക്ക് ഒന്നും കൂടി കൊതി കൂടി. ആര്യ പറഞ്ഞു, ചേട്ടാ പ്ലീസ് എനിക്ക് പഠിപ്പിച്ചു തായോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്താൽ ഡെന്നിസ് ആയാലും ആരോൺ ആയാലും ഈ ആര്യ പറയുന്നത് കേൾക്കാൻ പോയില്ല. അപ്പോൾ നമ്മുടെ ഈ ഡെന്നിസ് ഇത്തിരി കുറുമ്പനാട്ടോ. അപ്പോൾ ഡെന്നിസ് എന്താ ചെയ്തത് അറിയോ? ആര്യയുടെ ട്രൈ സൈക്കിളിൽ പോയിട്ട് ഇടിച്ചു. അങ്ങനെ ആര്യ സൈക്കിളിൽ നിന്ന് മറിയുകയും അവളുടെ കൈയും കാലൊക്കെ മുറിഞ്ഞ് അവൾ ഭയങ്കര കരച്ചിൽ തുടങ്ങി. അവൾ നേരെ വീട്ടിലേക്ക് ഓടി. പക്ഷെ വീട്ടിലേക്ക് ഓടി കഴിഞ്ഞിട്ട് അവളെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? അവളുടെ കൈ മുറിഞ്ഞതും കാല് മുറിഞ്ഞതും ഒന്നും അല്ല അവളുടെ മെയിൻ ഇഷ്യൂ. അവള് അവളുടെ ചേട്ടൻ അവളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നത് അവൾ കാണാനിടയായി. അത് അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി. കാരണം അവൾ വിചാരിച്ച് ചേട്ടൻ ഓടി വന്ന് അവളെ എടുത്ത് ഒന്ന് അവളെ ആശ്വസിപ്പിക്കുന്നൊക്കെയാണ് അവൾ വിചാരിച്ചത്. പക്ഷെ നേരെ മറിച്ച് ചേട്ടനും സുഹൃത്തും കൂടി അവളെ കളിയാക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പിന്നെ അതിനുശേഷം ആ സൈക്കിൾ തന്നെ കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെയായി. ഇത് പിന്നീട് ആരോൺ ശ്രദ്ധിക്കാനിടയായി. എന്തുകൊണ്ടാണ് എൻ്റെ അനിയത്തി ഇപ്പം എന്നോട് മിണ്ടാത്തത്? ഒരു ദിവസം ബൈബിൾ തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു വചനം, അതായത് ലൂക്ക് 17:1 അവൻ്റെ മനസ്സിൽ വരികയും അവനത് മനസ്സിലാകാൻ ഇടയാവുകയും, അതായത് മറ്റൊരാളുടെ തകർച്ചയിൽ അവൻ കാരണമായി, അവൻ്റെ സഹോദരിയുടെ തകർച്ചയിൽ അവൻ കാരണമായി എന്ന് മനസ്സിലായി. അവൻ ഉടൻ തന്നെ പോയി ആര്യയോട് സോറി പറയുകയും പിന്നെ ആ ഹാപ്പി എൻഡിങ് ആയിരുന്നു ആ ഒരു കഥയുടെ അവസാനം. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെ ചെയ്യുന്ന ഒരു പാപമാണ് മറ്റുള്ളവരുടെ പ്രൊമോഷനിൽ നമുക്ക് സന്തോഷം തോന്നാത്തൊരവസ്ഥ, മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ